ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. ഇപ്പോൾ സമയം രാവിലെ 5 മണിയാണ്. ഇപ്പോൾ ബേബി നല്ല ഉറക്കത്തിലാണ്. ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. ആദ്യം എവിടെ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നോക്കിയിട്ടല്ലേ ഇറങ്ങുക. ഒരു ബേബി ആയാൽ പിന്നെ അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. നമുക്ക് ഫീഡ് ചെയ്യാൻ ഏതാണ് ഏറ്റവും കംഫർട്ട് ആ ഡ്രസ്സ് ഇട്ട് ഇറങ്ങാം. ഞങ്ങളിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. എൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള ആദ്യത്തെ ലോങ് ഡ്രൈവ് ആണ്. എന്താവുമെന്ന് അറിയില്ല. ഡെലിവറി കഴിഞ്ഞിപ്പോൾ 5 മന്ത് ആയിട്ടേ ഉള്ളൂ. അപ്പം ബാക്കി നമുക്ക് കണ്ടറിയാം. നല്ല ടെൻഷനുണ്ട്. ബേബിയും കൊണ്ട് എത്ര സമയം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വർക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പം 5 മന്ത് ആയി. അപ്പം ബേബിനെ കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു ലോങ് ഡ്രൈവ്. അപ്പോൾ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാം. അങ്ങനെ നമ്മൾ കോഴിക്കോട് ശരവണയിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. എൻ്റെ ഡെലിവറീൻ്റെ സമയത്ത് ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇവിടെ നിന്നായിരുന്നു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. പുറത്തു പോയാൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ മസാല ദോശയാണ്, പ്രത്യേകിച്ച് ശരവണയിലെ മസാല ദോശ. ശരവണൻ്റെ താഴെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബേബിക്ക് കുറച്ച് പമ്പേഴ്സും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് പോയി. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റി. ബേബിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ എറണാകുളത്തെത്തിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഓഫീസൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. മുമ്പ് എറണാകുളം ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉച്ചയായപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അലിബാബയെ കയറി. ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ആകെ പ്രശ്നമായത്. ബേബി ഒട്ടും അടങ്ങി നിൽക്കുന്നില്ല, ഫുൾ കരച്ചിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ കുറേ ഇരുന്നു നടന്നൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അവസാനം പെട്ടെന്ന് ഫുഡ് കഴിച്ചിറങ്ങി. സമയം വൈകുന്നേരം 5:45. നമ്മൾ കോട്ടയം ജില്ലയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം ഇനി ട്രിവാൻഡ്രത്തേക്ക് എത്തുമ്പോൾ ഏകദേശം 11-12 മണിയാവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇപ്പം തന്നെ കുറച്ച് ടയേർഡായി, നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറി. അവിടുന്ന് സാൻഡ്വിച്ചും കോഫിയൊക്കെ കുടിച്ചു. ഫൈനലി ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി. ഏകദേശം 11:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റൂമിലെത്തി ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാണ്. നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.